നിഴലിൻ്റെ പ്രണയം. ആ പഴയ വീട്ടിലേക്ക് ആദ്യമായി കാൽ വച്ച ദിവസം തന്നെ അനഘയ്ക്ക് എന്തോ തെറ്റെന്ന് തോന്നി. ചുവരുകളിൽ പതിഞ്ഞ നിഴലുകൾ പോലും അവളെ നോക്കി ചിരിക്കുന്നത് പോലെ. എന്നാലും നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി ഒരു പുതിയ ജീവിതം തുടങ്ങണം എന്ന ആഗ്രഹം അവളെ അവിടെ തന്നെ നിർത്തി. ആദ്യ രാത്രിയിൽ തന്നെ അവൾ അവനെ കണ്ടു. ജനാലക്കരികിൽ നിൽക്കുന്ന മങ്ങിയ വെളിച്ചത്തിൽ ഒരു യുവാവ്. ഭയപ്പെടേണ്ട, അവൻ്റെ ശബ്ദം മൃദുവായിരുന്നു. ഞാൻ ആരെയും വേദനിപ്പിക്കില്ല. ദിവസങ്ങൾ കടന്നു. അവൻ ഓരോ രാത്രിയും വന്നു. അവൾക്ക് അവൻ്റെ സാന്നിധ്യം ഭയമല്ലായിരുന്നു, ഒരുപാട് കാലം നഷ്ടപ്പെട്ട സ്നേഹത്തിൻ്റെ ഓർമ്മ പോലെ. അവൻ തൻ്റെ പേര് പറഞ്ഞു, അരുൺ. അനഘ അവനോട് പ്രണയം പറഞ്ഞു. അവൻ ചിരിച്ചു, പക്ഷേ ആ ചിരിയിൽ വേദനയുണ്ടായിരുന്നു. നിനക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ സത്യം അറിഞ്ഞാൽ? അവൾ മറുപടി പറഞ്ഞില്ല. അവൾക്ക് സത്യം വേണ്ടായിരുന്നു, അവൻ മാത്രം. ഒരു രാത്രി മഴ കനത്തപ്പോൾ അവൻ അവളെ പഴയ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചുവരിൽ ഒരു പഴയ ഫോട്ടോ, അതിൽ അരുൺ, പക്ഷേ തീയതി 30 വർഷം പഴക്കം. ഇവിടെ ഞാൻ മരിച്ചതാണ്, അവൻ പറഞ്ഞു. അനഘയുടെ കണ്ണിൽ നിന്നും കണ്ണീർ വീണു. എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ അവളുടെ കൈ പിടിച്ചു. ആ കൈ തണുത്തു, ജീവനില്ലാത്ത. അന്ന് രാത്രി മുതൽ അനഘയെ ആരും കണ്ടില്ല. ഇന്ന് ആ വീട്ടിൽ താമസിക്കാൻ വരുന്നവർ പറയുന്നു, ജനാലക്കരികിൽ 2 നിഴലുകൾ, ഒന്ന് ചിരിക്കുന്നു, മറ്റൊന്ന് പ്രണയത്തോടെ നോക്കുന്നു. സ്നേഹം ചിലപ്പോൾ മരണത്തേക്കാൾ ശക്തമാണ്.